അങ്ങനെ വരവ് സിനിമയുടെ ടീസർ അങ്ങ് പുറത്തുവിട്ടിരിക്കുകയാണ്. സംഭവം മെയ് മാസം 1-ാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ഷാജി കൈലാസാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും പടത്തിന് ടീസർ കണ്ടിട്ട് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. വലിയ ഹൈപ്പ് ഒന്നുമില്ല. ഒരു 50-45 സെക്കൻഡേ ഉള്ളൂ. റിവെഞ്ച് സ്റ്റോറി പോലെ തോന്നുന്നുണ്ട് സിനിമ ടീസർ കണ്ടിട്ട്. എന്തായാലും മറ്റൊരു ഷാജി കൈലാസ് ടെംപ്ലേറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അഭിപ്രായങ്ങൾ ഇൻബോക്സ് ചെയ്യപ്പെടുത്തുക. പിന്നെ കാട്ടാളൻ സിനിമ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. സിനിമ ഈ വരുന്ന മെയ് മാസം 14 അല്ലെങ്കിൽ 15-ാം തീയതിയായിട്ടാണ് റിലീസ് വരുന്നത് വേൾഡ് വൈഡ്. എന്തായാലും നമ്മുടെ ആന്നി വർഗീസ്, സുനിൽ, കബീർ സിംഗ്, ദസറ വിജയനെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഹിപ്സ്റ്റർ ഹനാൻഷിനെ കാണുന്നുണ്ട്. ഈവൻ ഈ ട്രെയിലർ തന്നെ കൊളാബ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഹിപ്സ്റ്ററിന്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഹനാൻഷിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ആയിട്ടാണ്, ഒരു വ്ലോഗിംഗ് ചാനലിലേക്ക് ആയിട്ടാണ് ഒരു പാൻ ഇന്ത്യൻ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത്. ഇനിവേ പിന്നെ നമ്മുടെ BGM രവി ബസൂറും അതുപോലെ തന്നെ അജയ്നാഥ് ലോകനാഥാണ്. ഗംഭീരമായ BGMs ആണ്. 3 പാട്ട് അല്ലെങ്കിൽ 3 BGM നമുക്ക് കാണാൻ സാധിക്കും ഈ ട്രെയിലർ. പോൾ ജോർജാണ് സംവിധാനം. എന്തായാലും വില്യംസിന്റെ മറ്റൊരു ആക്ഷൻ സീക്വൻസും വയലൻസും നിറഞ്ഞ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നല്ലൊരു ഗംഭീരമായ ഒരു ട്രെയിലർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഹൈപ്പ് ചെറിയ രീതിയിൽ സിനിമ കൊടുക്കുന്നുണ്ട്. എന്തായാലും നല്ല റെസ്പോൺസിന് കാത്തിരിക്കാം നമുക്ക് റിലീസിന് ശേഷം. അങ്ങനെ തരുൺ മൂർത്തി ലാലട്ടൻ സംഭവം വരാൻ പോവുകയാണ്. ഒഫീഷ്യലായിട്ട് പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങ് പെടച്ചിരിക്കുകയാണ് വിഷു ദിനത്തില്. എന്തായാലും സിനിമ നിർമ്മിക്കാൻ പോകുന്ന ആഷിഖ് ഉസ്മാനാണ്. തിരക്കഥ നമ്മുടെ രതീഷ് രവിയാണ്. മ്യൂസിക് ആൻഡ് BGM നമ്മുടെ ജേക്സ് ബിജോയ് ആണ്. എഡിറ്റർ വിവേക് ഹർഷനാണ്. എന്തായാലും നമ്മുടെ തരുൺ മൂർത്തിന് വരാൻ പോകുന്ന ലാലട്ടൻ സിനിമയ്ക്ക് ഒരു ടോപ്പ് ക്വാളിറ്റി ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. ഈവൻ തുടരും സിനിമേന്റെ ഫസ്റ്റ് ലുക്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ട്. ഇതും അതുപോലെ തന്നെയാണ്. എന്തായാലും നല്ലൊരു ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. ടോപ്പ് ക്വാളിറ്റി ഐറ്റം തന്നെയാണ് വരാൻ പോകുന്നത്. ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആകുമോ തുടരും സിനിമയ്ക്ക് ശേഷം? എന്തായാലും കാത്തിരിക്കുകയും ചെയ്യാം. നമുക്ക് പടത്തിന്റെ ഫസ്റ്റ് ലുക്കിനെ കുറിച്ച് അഭിപ്രായം ചെയ്യപ്പെടുത്തുക. അടുത്ത അപ്ഡേറ്റ് മോഹിനിയാട്ടം എന്ന സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് തന്നെയാണ്. മോഹിനിയാട്ടം എന്ന സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ റിലീസ് വരാൻ പോകുന്ന ഈ വരുന്ന ഏപ്രിൽ മാസം 17-ാം തീയതിയാണ്, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ്. നാളെയാണ് സിനിമ ഇന്ത്യയിൽ മറ്റു ഭാഗത്ത് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ട് സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ കേരളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും സിനിമയ്ക്ക് ഇതേ പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യാനും നല്ലൊരു ഹോൾഡ് കളക്ഷൻ വരാനും ചാൻസ് കാണുന്നുണ്ട് ഈ ആഴ്ച. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ശനി ഞായർ നല്ലൊരു ഗംഭീരമായ കളക്ഷനിലോട്ട് പോകാനായിട്ട് നമ്മുടെ മോഹിനിയാട്ടം സിനിമയ്ക്ക്. അടുത്ത അപ്ഡേറ്റ് വാഴ 2 സിനിമയുടെ തെലുങ്ക് റിലീസ് അപ്ഡേറ്റ് തന്നെയാണ്. പടം നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. ഗ്രോസ് കളക്ഷൻ ആയിട്ട് ഓൾമോസ്റ്റ് 90 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും 100 കോടിയിലോട്ട് പോവുകയാണ് കേരളം എന്ന് മാത്രമായിട്ട്. എന്തായാലും വാഴ 2 എന്ന സിനിമ ഈ വരുന്ന തെലുങ്ക് റിലീസ് വരുന്നത് ഏപ്രിൽ മാസം 24-ാം തീയതിയാണ്. എന്തായാലും തെലുങ്ക് ഓഡിയൻസിലോട്ടും സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ കൊണ്ടുവരാൻ ചാൻസ് കാണട്ടെ. റീസെന്റ് നമ്മുടെ പ്രേമലു അതുപോലെ തന്നെ നമ്മുടെ മാർക്കോ അതുപോലെ തന്നെ ലോക സിനിമകളൊക്കെ ഗംഭീരമായ ഒരു കളക്ഷനാണ് നമ്മുടെ തെലുങ്ക് ഓഡിയൻസിൽ നേടിയെടുത്തത്. അപ്പൊ എന്തായാലും വാഴ 2-നും അതുപോലെ തന്നെ നേടിയെടുക്കാൻ സാധിക്കട്ടെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ആശകളായിരുന്നു എന്ന് പറഞ്ഞ സിനിമേന്റെ OTT റിലീസ് അപ്ഡേറ്റ് ആണ്. പെട്ടെന്ന് സിനിമേന്റെ OTT റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ZEE5 ആണ് പടത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയത്. ഈ വരുന്ന വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഏപ്രിൽ 17-ാം തീയതി ZEE5 വഴിയായിരിക്കും നമ്മുടെ കാളിദാസ് ജയറാം അഭിനയിച്ച നമ്മുടെ ആശകളായിരുന്നു തമ്മിലുള്ള സിനിമ OTT റിലീസിന് പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് ഐ ആം ഗെയിം സിനിമയുടെ പാക്കപ്പ് അപ്ഡേറ്റ് തന്നെയാണ്. പടത്തിന്റെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വരുന്ന ഓണം പ്രമാണിച്ച് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് ഒരു ആക്ഷൻ ഗെയിം ത്രില്ലർ സിനിമ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ ഓഗസ്റ്റ് 20-ാം തീയതി. എന്തായാലും നിഹാസ് ഹിദായത്താണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മ്യൂസിക് നമ്മുടെ ജേക്സ് ബിജോയ് ആണ്. അൻപർവയ്ക്കാണ് സിനിമയിൽ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. ചെമ്മൻ ചാക്കോ ആണ് എഡിറ്റർ. പിന്നെ സാൻഡി മാസ്റ്റർ. എന്തായാലും പടത്തിന്റെ റിലീസ് ഓഗസ്റ്റ് 20-ാം തീയതിയാണ് നിലവിൽ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഓണം തൂക്കാനായിട്ട് ഐ ആം ഗെയിം വരുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യുന്ന നമുക്ക് നമ്മുടെ ദുൽഖർ സൽമാൻ ഐ ആം ഗെയിം സിനിമയുടെ റിലീസിനായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾ കിട്ടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.